വലിപ്പം കൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമായ മധ്യപ്രദേശിലും മധ്യപ്രദേശിൽ നിന്ന് വേർപെടുത്തിയ ഛത്തീസ്ഗഡിലും രണ്ടാം ഘട്ടമായാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിൽ ആദ്യഘട്ടത്തിൽ 9 മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡിൽ 1 മണ്ഡലത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ മധ്യപ്രദേശിലെ 10 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഛത്തീസ്ഗഡിൽ 3 മണ്ഡലങ്ങളിലും. മധ്യപ്രദേശിലെ ഗുണ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് രണ്ടാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ. ഗ്വാളിയർ രാജാവ് എന്ന നിലയിലുള്ള പ്രതിച്ഛായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിജയം ഉറപ്പാക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്. महाराज साहब एक आम आदमी की तरह इस क्षेत्र में जन जन के बीच में पहुंचते हैं और जनता के दुख दर्द में शामिल होते हैं. ഛത്തീസ്ഗഡിലെ മഹാസമുന്ദിൽ മുൻ മുഖ്യമന്ത്രി അജിത് ജോഗിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മാവോയിസ്റ്റ് മേഖലയെന്നറിയപ്പെടുന്ന ബസ്തറിൽ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. മഹാസമുന്ദിനു പുറമെ രാജ്നന്ദ്ഗാവ്, കാങ്കർ എന്നീ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിച്ച ശേഷം വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് എല്ലാ സ്ഥാനാർത്ഥികളും. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇനി രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ്. അവസാന മണിക്കൂറുകളിൽ എല്ലാ വോട്ടുകളും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും പ്രവർത്തകരും. റായ്പൂരിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കും എഡിറ്റർ ജിതേഷിനുമൊപ്പം ടി കെ ഹരീഷ്, മീഡിയ 1.